ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ്. ഇതിനകത്ത് ഒരു വെബ് പേജ് എങ്ങനെയാണ് കൂടുതൽ സ്റ്റൈലിഷ് ആക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, 2 ഇമേജ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ ഇമേജിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ഇമേജിനുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോ. അതിൻ്റെ ഹെഡിങ്ങിന് കളറ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട്. എല്ലാം നമുക്ക് കാണുമ്പോൾ ഒരിത്തിരി വൃത്തിയായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഒരു വെബ് പേജ് കൂടുതൽ സ്റ്റൈലിഷ് ആക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പഠിക്കുന്നത് HTML ആണ്. HTML നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. HTML-ലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. HTML-ൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇനി ഇതിനു വേണ്ടിയുള്ള കോഡും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതെവിടെയാണെന്ന് നോക്കാം. നമ്മുടെ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് അതിൽ ക്ലാസ് 10-ൽ വെബ് ഡിസൈനിങ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. വെബ് ഡിസൈനിങ് അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോക്കിയേ, കുറേ ഇമേജസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 HTML ഫയൽസ് തന്നിട്ടുണ്ട്. കുറേ ഇമേജസും ഉണ്ട്, കുറച്ച് HTML ഫയൽസും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു HTML ഫയൽ ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ കൊടുക്കാം. ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റ് കണ്ട ആദ്യത്തെ ഇമേജ് നമുക്കിവിടെ കിട്ടിയല്ലേ. ഇനി ഈ ഇമേജിൻ്റെ കോഡ് നമുക്കൊന്ന് കാണണം. ഈ ഇമേജിൻ്റെ കോഡ് കാണാനായിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വൺ പ്രൊഡക്റ്റ് ബേസിക് .html എന്ന് പറയുന്ന ഈ ഫയലിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൽ ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക. ടെക്സ്റ്റ് എഡിറ്ററിൽ വേണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ. ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക, സെലക്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ കോഡ്. ഈ ഒരു കോഡ് നോക്കിയേ, ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് H2 എന്നാണ് അല്ലേ. H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിങ് എന്നാണ് കേട്ടോ. H2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെഡിങ്ങുകൾ H1 തൊട്ട് H6 വരെ കൊടുക്കാം. H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൈസിനെയാണ് H1 എന്ന് പറയുന്നത്. H2 എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞൊരു സൈസാണ് H2-വിൽ വരുന്നത്. അങ്ങനെ H6 എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സൈസിലായിരിക്കും വരുന്നത്. ഇവിടെ നോക്കുക, H2 എന്ന് പറയുന്ന ടാഗിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ H2 ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിവിടെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെറുതെ ഒരു സ്ലാഷ് കൊടുക്കുക. H2 ഇവിടെ ഓപ്പൺ ചെയ്തു, സ്ലാഷ് ഇട്ട് H2 കൊടുക്കുന്നതാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ഹെഡിങ് ആണോ വേണ്ടത് അത് ഇതിനുള്ളിൽ കൊടുക്കുക. ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്നാണ് നമ്മുടെ ഹെഡിങ് അല്ലേ. ആ ഒരു രീതിയിൽ കൊടുക്കുക. എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ, ഉണ്ടോ? ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്നുള്ള ഹെഡിങ് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി വീണ്ടും ഈ HTML കോഡ് നോക്കിയേ, DIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ എന്നാണ് DIV. ആ DIV ടാഗ് ദേ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ഒരു കുറച്ച് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ, അതൊരു ഡിവിഷനാണ്. അതിനാണ് ഈ DIV എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് താഴെ നോക്കിയേ, അടുത്ത ഹെഡിങ് H3 നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ. H3 എന്ന് പറയുമ്പോൾ H2-വിനേക്കാളും കുറഞ്ഞ സൈസ് ആയിരിക്കും. നോക്കിയേ, H3 എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, അതിവിടെ ക്ലോസ് ചെയ്തു. സ്ലാഷ് ഇട്ട് H3 എന്ന് പറയുന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ ഹാൻഡ് മെയ്ഡ് സോപ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ആദ്യത്തെ ആ H2-വിനേക്കാളും അതിൻ്റെ സൈസ് കുറവാണ് H3-യിലേക്ക് വന്നപ്പം. മനസ്സിലായോ? H3 എന്താണെന്ന് മനസ്സിലായോ? അടുത്തതാണ് IMG ടാഗ് എന്ന് പറയുന്നത് ഇമേജിന് വേണ്ടിയാണ്. SRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IMG ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആണ് SRC എന്ന് പറഞ്ഞാൽ സോഴ്സ്. അതിനുശേഷം IMG SRC ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മുടെ ഈ ഇമേജ് ഉണ്ടല്ലോ, ഇമേജിൻ്റെ പേര് soaps.png, ഇമേജിൻ്റെ പേരെന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിയേ, soaps.png എന്താണോ ആ ഇമേജിൻ്റെ പേര് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, soaps.png ഇങ്ങനെയാണ്. ഏത് പേരാണോ അതേ പേര് തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ഈ IMG എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. ചില ടാഗുകൾക്ക് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല.
അത് ഇമേജ് എന്ന് പറയുന്നതിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇല്ല. അടുത്തതാണ് പി. പി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ടാഗ്. നോക്കിയേ, ഇവിടെ പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം അതിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലാണ് നമുക്ക് എന്ത് പാരഗ്രാഫ് കൊടുക്കണോ അത് അതുപോലെ തന്നെ ഇതിനുള്ളിൽ കൊടുക്കാം. നോക്കിയേ, കണ്ടോ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടല്ലേ. ഇനി ഇതിനിടയ്ക്കായിട്ട് ഒരു ടാഗ് ഉണ്ട്, ബി ആർ. ബി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയാണ് ബി ആർ ടാഗ് ഉപയോഗിക്കുന്നത്. ഈ ബി ആർ ടാഗിനും ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗില്ല. നോക്കിയാൽ പ്രൈസ് 40 എന്നുള്ളത് നെക്സ്റ്റ് ലൈനിലാണ് വന്നിരിക്കുന്നത് അല്ലേ. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കോഡ് കൊടുക്കുന്നത്. ഇനി HTML രണ്ടാമത്തെ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കിയേ, ആദ്യത്തെ ഇമേജിനെ അപേക്ഷിച്ച് കൂടുതൽ ഭംഗിയായിട്ടുണ്ടല്ലേ ഇത്. ഇതെങ്ങനെയാണ് ഇത്രയും ഭംഗിയായി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ അതിൻ്റെ കോഡ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു കണ്ടത്, H2 എന്ന് പറയുന്ന ആ ടാഗിനുള്ളിൽ ഫീച്ചേർഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് മാത്രമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് കൂടുതൽ സ്റ്റൈൽ ആക്കാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്യുന്നു. സ്റ്റൈൽ ടാഗ് ഉപയോഗിക്കുന്നത് നോക്കുക, സ്റ്റൈൽ എന്ന് കൊടുക്കുക, ഈക്വൽ ടു കൊടുത്തിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ കളർ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നോക്കിയേ, DIV, അടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിരിക്കുന്നു അല്ലേ. അത് ഈ DIVക്കുള്ളിലാണ് സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ടൊരു കളർ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം H3, ഇതിൻ്റെ ഇമേജ് കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ, ആദ്യം തന്നെ നമ്മുടെ ഫീച്ചേർഡ് പ്രൊഡക്ട്സ് ആ ഒരു ബ്ലൂ കളർ ഇവിടെ വന്നല്ലേ. അതിനുശേഷം ദേ ഇവിടെ നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് കളറാണ് വന്നിരിക്കുന്നത്. അടുത്ത H3 ടെക്സ്റ്റൈൽ ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ ഹാൻഡ് മെയ്ഡ് സോപ്സ് എന്നുള്ളത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടല്ലേ. അതിനുശേഷം അതിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാരഗ്രാഫ് നോക്കിയാൽ ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, ഫോൺ വെയിറ്റ് ബോൾഡ് കൊടുത്തു. നോക്കിയേ, ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു, പിന്നെ ആ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്തു. അതിനുശേഷം നോക്കിയേ, അതിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് ബോൾഡാക്കി. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റൈൽ ടാഗ് കൊടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നോക്കിയപ്പോൾ നമുക്ക് കുറേ ഇമേജസ് തന്നിട്ടുണ്ടല്ലേ. ഈ ഇമേജസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ ടാഗുകൾ കൊടുത്ത് കൂടുതൽ സ്റ്റൈലിഷ് ആക്കാം. ഇതിനു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഫയൽ, ഇപ്പം നമ്മൾ ഈ നോട്ട്ബുക്സും കൂടെ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ സോപ്സ്, ഈ രണ്ട് ഇമേജിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വൺ പ്രൊഡക്റ്റ് ഡിസൈൻ .html ഈ മൂന്നിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക്, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുത്തതിന് ശേഷം നമ്മുടെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ പേസ്റ്റ് ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഈ ഇമേജ് നമ്മൾ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ വന്ന് ഇത് റൺ ചെയ്യുമ്പം ഈ ഇമേജസ് നമുക്ക് കിട്ടില്ല. അടുത്ത് നമുക്ക് ഈ നോട്ട്ബുക്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ഇതിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് ഓപ്പൺ ചെയ്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഈ DIV തൊട്ട് നമ്മളൊന്ന് കോപ്പി ചെയ്യുക. ഈ DIV തൊട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കോപ്പി കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒന്ന് എൻ്റർ അടിച്ചതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കൺട്രോൾ V പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ തന്നിരിക്കുന്ന കോഡ് അതുപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്തു. എന്നിട്ട് സോപ്പിൻ്റേത് മാറ്റി നമ്മൾ നോട്ട്ബുക്സ് ആക്കിയാൽ മതി അല്ലേ. ഇവിടെ നോക്കിയാൽ ഹാൻഡ് മെയ്ഡ് സോപ്സ്, ഇവിടെ നമുക്ക് ഹാൻഡ് മെയ്ഡ് സോപ്സിന് പകരം നോട്ട്ബുക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഹാൻഡ് മെയ്ഡ് നോട്ട്ബുക്സ് എന്നാക്കി. അതിന് ശേഷം
ഇമേജ് SRC ഇവിടെ സോപ്സ് ഡോട്ട് PNG അല്ലേ. ഈ സോപ്സിന് പകരം നമുക്ക് എന്തിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുക്കേണ്ടത്? നോട്ട്ബുക്സിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ പേര് നോക്കി വേണം ചെയ്യാൻ. നോക്കാം, നോട്ട്ബുക്സ് ഡോട്ട് JPG. നോട്ട്ബുക്സ് ഡോട്ട് JPG ആണ്, PNG അല്ല, JPG. അതുപോലെ തന്നെ നോക്കി ടൈപ്പ് ചെയ്യുക. നോട്ട്ബുക്സ് ഡോട്ട് JPG ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം പ്രൈസ് 40 മാറ്റി 45 കൊടുക്കുക. പിന്നെ ഇത് നമ്മൾക്ക് ഈ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത് സോപ്പിൻ്റെ അല്ലേ. നമുക്കത് മാറ്റി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നോട്ട്ബുക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലേ. ഈ ഒരു രീതിയിൽ നോട്ട്ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് റൺ ചെയ്ത് നോക്കണം. റൺ ചെയ്യാനായിട്ട് നമ്മുടെ ഫോൾഡർ സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ നമ്മൾ ഇതിൽ വന്നിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ആ സോപ്സിൻ്റെ ഇമേജ് വന്നിട്ടുണ്ട്, നോട്ട്ബുക്സിൻ്റെ ഇമേജ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ പാരഗ്രാഫ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ കൊടുത്ത കോഡുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ സ്റ്റൈൽ ടാഗുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ നമുക്ക് 2 പ്രൊഡക്ട്സേ ഉള്ളൂ, അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ ഒത്തിരി പ്രൊഡക്ട്സുകളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? HTML കോഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെയധികം കൂടും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലൈനിൽ നമ്മളൊരു സ്റ്റൈലിന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈനിലും നമുക്ക് അതിൻ്റെ ചേഞ്ചസ് വരുത്തണം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്കൊരു മെത്തേഡുണ്ട്. അതിൻ്റെ പേരാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത ആ കോഡിൽ നിന്നും എല്ലാ സ്റ്റൈൽ ടാഗുകളും നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ കോഡിൽ നിന്നും എല്ലാ സ്റ്റൈൽ ടാഗുകളും നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഇവിടെ നോക്കിയാൽ ടെക്സ്റ്റിൽ നോക്കി നമുക്ക് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ തന്നെ ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ HTML എന്ന് ടൈപ്പ് ചെയ്യുക. HTML ടാഗ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹെഡ് ടാഗ് ടൈപ്പ് ചെയ്യുക. HTML ഹെഡ്. ഇത് രണ്ടും നോക്കിയാൽ ഇവിടെ HTML നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടൈറ്റിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, സ്കൂൾ ഷോപ്പിംഗ് വെബ്സൈറ്റ്. ഇതുപോലെ നമുക്ക് ഇത്ര മേളിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈറ്റിൽ ടാഗിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? H1 നമ്മൾ പറഞ്ഞായിരുന്നു. H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൈസിലുള്ള ഹെഡിങ് കൊടുക്കാനാണ് H1 അല്ലേ. H1 എന്ന് പറഞ്ഞു കൊടുത്തോ. അതിനുശേഷം ടെക്സ്റ്റ് അലൈൻ. ഇനി ഈ H1 എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്ന സെൻറ്ററിലാണ്, അതുപോലെ തന്നെ കളറും കൊടുത്തു. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹെഡിങ് അത് സെൻറ്ററിൽ അലൈൻ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ കളറ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ എവിടെയെല്ലാം H1 എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുന്നുണ്ടോ അതിനെ എല്ലാം സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യും. അതുപോലെ തന്നെ കളറും ഇതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, സ്കൂൾ ഷോപ്പ് സ്റ്റുഡൻറ് ക്രാഫ്റ്റഡ് ക്രിയേഷൻസ്. ഇതാണ് അല്ലേ നമ്മുടെ ഹെഡിങ്. H1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നോക്കിയേ, അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും. നോക്കി, ഇതാണ് നമ്മുടെ ഹെഡിങ് അല്ലേ. ഇതിന് ആ പറഞ്ഞിരിക്കുന്ന എവിടെയെല്ലാം നമ്മൾ H1 കൊടുക്കുന്നോ അവിടെയെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റൈലുകൾ വരും. അതുപോലെ തന്നെ H2ലും അതുപോലെ തന്നെ വരും, H3യും അതുപോലെ തന്നെ. അതിനുശേഷം പാരഗ്രാഫ് P. നമ്മൾ എവിടെയെല്ലാം പാരഗ്രാഫ് കൊടുക്കുന്നുണ്ടോ അതിനെല്ലാം ഈ സ്റ്റൈലുകൾ വരും. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ എവിടെയെല്ലാം നമുക്ക് ഈ ഡിവിഷൻ കൊടുക്കുന്നോ അവിടെയെല്ലാം എന്ത് സംഭവിക്കും? ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് ഇത് തന്നെയായിരിക്കും വരുന്നത്. അതിനുശേഷം സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്യുക, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണോ ഹെഡിങ്ങിനകത്ത് വരേണ്ടത്, H1-നകത്ത് വരേണ്ടത് എന്താണോ H2-ലേത് നോക്കിയാൽ ഇവിടെ H2-ൽ 2 ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ 2 ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം H3-ൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ആ പാരഗ്രാഫ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റൺ ചെയ്യുമ്പോൾ കണ്ടോ,
നമ്മൾ ആ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ 2 പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് വന്നു. അങ്ങനെ എത്ര പ്രൊഡക്ട്സ് ഉണ്ടോ അത് മുഴുവൻ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം.